കഴിഞ്ഞ തവണ ക്രിസ്മസിന് ഏട്ടനോട് വാശി പിടിച്ച് മേടിച്ചൊരു മെറ്റീരിയലാണേ. ഒരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി പീസാട്ടോ. അപ്പോൾ ഇന്ന് ഇത് വെച്ച് നമുക്കൊരു ടോപ്പ് തയ്ക്കാവേ. ഒരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനെ ആദ്യം ഒന്ന് നമുക്ക് ലെവലാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു കണക്കിന് എൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആവുന്നില്ലായിരുന്നു. അവസാനം ഞാൻ അതിനൊരു മാർഗ്ഗം കണ്ടുപിടിച്ചു. നേരെ അതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമോ? ഇതിൻ്റെ മേളിൽ, അതായത് നെക്കിൻ്റെ പോർഷനിൽ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഓരോ പീസുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പീസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ നെക്കും ആം ഹോളും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്യാൻവാസോ അങ്ങനെ ഒന്നും വെച്ചില്ല കേട്ടോ. ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് അടിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ലേസ് വർക്കും കൂടി കൊടുക്കാമെന്നേ. അങ്ങനെ ലേസൊക്കെ എടുത്ത് വെച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ധൃതി പിടിച്ച് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നൂല് തീർന്നു പോവുകയോ നൂല് പൊട്ടിപ്പോവുകയോ ചെയ്യുന്നതാണ് ഏറ്റവും മടിയുള്ളൊരു കാര്യം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്ന ഒരു ടോപ്പായിരുന്നു. ആ നൂല് പൊട്ടിയത് കൊണ്ട് കുറച്ച് നേരം ഞാൻ പോയി മാറിയിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് എന്തൊക്കെയോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലൊരു താജ്മഹൽ പണിയാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ആങ്കർ ത്രെഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.